ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ബാബേൽ രാജാവായ ദാരിയസിൻ്റെ കാലത്ത് അവിടെ പ്രവാസിയായി കഴിഞ്ഞ ദാനിയേലിന് നേരിട്ട ഒരു അനുഭവം. ദാനിയേൽ രാജ്യത്തെ മറ്റെല്ലാ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങിയതുകൊണ്ട് രാജാവ് ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിച്ചു. ഉയർച്ചയിലേക്ക് നീങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒന്നാണല്ലോ അസൂയയും പീഡനവും. അതിനാൽ അസൂയാലുക്കൾ ദാനിയേലിന് വിരോധമായി എന്തെങ്കിലും കണ്ടെത്താൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഇത് വായിക്കുമ്പോൾ നമുക്ക് യേശുവിനോട് ഒരു സാദൃശ്യം കാണാനാകും. യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താനായില്ലല്ലോ. അതിനാൽ അവർ ഒരു ഗൂഢാലോചന നടത്തി 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹക്കുഴിയിൽ ഇടണമെന്നായിരുന്നു അത്. ദാരിവേശ് രാജാവ് അത് അംഗീകരിച്ച് രേഖയും കൽപ്പനയും പുറപ്പെടുവിച്ചു. ഇതറിഞ്ഞ ദാനിയേൽ എന്താണ് ചെയ്തതെന്ന് 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തിരുന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇത് കണ്ടവർ രാജാവിനെ ചെന്നറിയിക്കുകയും ശിക്ഷ നടപ്പാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ദാരിയസ് രാജാവാകട്ടെ ദാനിയേലിനെ സ്നേഹിച്ചിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പീലാത്തോസിനെ പോലെ തൻ്റെ സ്ഥാനത്തിന് വലിയ വില കൽപ്പിച്ചിരുന്നതിനാൽ ദാനിയേലിനെ രക്ഷിക്കാനായില്ല. എന്നാൽ ദാനിയേലിന് ഉണ്ടായിരുന്നത് ഗലാത്യർ 1:10 പൗലോസ് പറയുന്നത് പോലെയുള്ള ഒരു മനോഭാവമാണ്. മനുഷ്യൻ്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ദാനിയേൽ നോക്കിയത്. ദാനിയേൽ തൻ്റെ പേരിൽ വിശ്വസ്തനും ദൈവത്തോട് വിശ്വസ്തനുമായിരുന്നു. ദാനിയേലിൻ്റെ എതിരാളികൾ ഗൂഢാലോചന നടത്തിയത് ദാനിയേലിൻ്റെ വിശ്വാസത്തിനെതിരായിട്ടായിരുന്നു. സിംഹത്തിൻ്റെ കുഴിയിൽ അടയ്ക്കുമ്പോൾ ദാരിയസ് രാജാവ് ദാനിയേലിനോട് പറയുന്നു, ശ്രദ്ധിക്കൂ. ദാനിയേൽ 6:16 നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. പിന്നെ യേശുവിൻ്റെ കല്ലറയിൽ ചെയ്തതുപോലെ ഒരു കല്ല് കൊണ്ടുവന്ന് സിംഹത്തിന് ഗുഹയുടെ വാതിൽക്കൽ വെച്ച് മോതിരം കൊണ്ട് മുദ്ര വെച്ചു. രാജാവ് ദുഃഖിതനും അസ്വസ്ഥനുമായിരുന്നു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് ഭക്ഷണമൊന്നും കഴിച്ചില്ല. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവം ദാനിയേലിനെ സിംഹങ്ങളിൽ നിന്ന് വിടുവിക്കുമോ എന്ന് കാണാൻ രാവിലെ വരെ കാത്തിരുന്നു. പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചത്തിൽ രാജാവ് എഴുന്നേറ്റ് ഗുഹയുടെ അരികെ ചെന്ന് ദുഃഖസ്വരത്തിൽ ദാനിയേലിനെ വിളിച്ച് ദൈവം രക്ഷിച്ചോ എന്ന് ചോദിച്ചു. അതിന് ദാനിയേൽ പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഇത് കേട്ട രാജാവ് സന്തോഷിക്കുകയും ഗൂഢാലോചകരെ കുടുംബത്തോടൊപ്പം സിംഹക്കുഴിയിൽ തള്ളിയിടുകയും ചെയ്തു. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പനയിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തോട് ജനം ഭയഭക്തി ഉണ്ടാകണമെന്നും ആ ദൈവം ജീവനുള്ളതും എന്നേക്കും നിലനിൽക്കുന്നവനാണെന്നും പറയുന്നു. അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നുവെന്നും അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നുവെന്നും ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും പറയുന്നു. ദാനിയേലിനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചത് ആ ദൈവമാണെന്നും പറയുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ സാക്ഷ്യം! ദാനിയേലിൻ്റെ രക്ഷപ്പെടലിലൂടെ ഒരു രാജ്യത്തിലെ മുഴുവൻ ആളുകളും ദാനിയേൽ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേൾക്കാനിടയായി. ദാനിയേലിനെ പോലെ എന്തു സംഭവിച്ചാലും ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതിരുന്നാൽ പരമാധികാരിയും സർവശക്തനുമായ ദൈവം ദിവ്യ സംരക്ഷണത്താൽ തൻ്റെ ശക്തി അറിയിക്കും. ദാരിയസ് രാജാവിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയതുപോലെ
സകലരെയും ബോധ്യപ്പെടുത്തും. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, മാറ്റമില്ലാത്തവനാണ്. അന്നത്തെ പോലെ ഇന്നും നമ്മെ വിടുവിക്കാൻ ശക്തനുമാണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും അസാധ്യമായത് സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാലും ശക്തിയാലുമാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. ദൈവം നമുക്ക് അവിശ്വസനീയമായ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യം ദാരിയസ് രാജാവ് ചെയ്തതുപോലെ മറ്റുള്ളവരുമായി പങ്കിടാനും കഴിയണം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.